What makes Walcott's poetry a little more complex and hybridized than the poetry of most Canadian poets എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെറിക് വാൾക്കോട്ടിൻ്റെ കവിതയെ പൊതുവെ കാനഡയിലെ പല കവികളുടെയും കവിതകളേക്കാൾ കൂടുതൽ സങ്കീർണവും സംയുക്ത സ്വഭാവമുള്ളതാക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അവ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. His poetry was mainly concerned with the conflict between the heritage of European and West Indian culture. Walcott had published more than 20 plays. The majority of these plays was produced by the Trinidad Theatre Workshop and has also been widely staged elsewhere. Many of them deal either directly or indirectly with the minimal status of the West studies in the post-colonial period. Epistemological, ontological, economical, political and social themes makes regular appearance in Walcott's plays. എന്തൊക്കെയാണ്? ഭൗമപരമായും സംസ്കാരപരമായ വർണ്ണവൈവിധ്യം. വാൾക്കോട്ട് കരീബിയൻ ദ്വീപായ സെന്റ് ലൂസിയയിൽ ജനിച്ചവനാണ്. ഒരു പ്രദേശം യൂറോപ്യൻ വസാഹതിയും ആഫ്രിക്കൻ പാരമ്പര്യവും ചേർന്ന സംസ്കാരമായി മാറിയതാണ്. അതിനാൽ വോൾക്കട്ടിൻ്റെ കവിതയിൽ യൂറോപ്യൻ കാവ്യചിന്തയും ആഫ്രിക്കൻ ഊരാളുകൾ ഭാഷാശൈലികളും തമ്മിലുള്ള കലാംശം പ്രകടമാകുന്നു. അതേപോലെ ഭാഷയുടെ ഹൈബ്രിഡ് സ്വഭാവം. വാൾക്കോട്ട് ഇംഗ്ലീഷും ക്രിയോളും ചേർന്ന ഭാഷാശൈലി ഉപയോഗിക്കുന്നു. അതിലൂടെ ഭാഷയുടെ അസാധാരണവും സർഗാത്മകവുമായ വളരെയധികം വർദ്ധിപ്പിക്കുന്നു. കനേഡിയൻ കവിതയിലും ഭാഷയുമായി കളിയുള്ള സമീപനം കാണാം. പക്ഷേ വാൾക്കോട്ട് അതിന് ഭാഷാ സംസ്കാര സംയോജനത്തിൻ്റെ ആഴമുള്ള വ്യത്യാസമുണ്ട്. കൊളോണിയൽ പാരമ്പര്യത്തോടുള്ള സങ്കീർണ സമീപനം. വാൾക്കോട്ട് ബ്രിട്ടീഷ് സംസ്കാരത്തിൽ വളർന്നതിനായതിനാൽ ഷേക്സ്പിയർ, ഹോമർ, ഇലിയഡ് പോലെയുള്ള പുരാതന എഴുത്തുകാരെ അദ്ദേഹം ആത്മസാത്യമാക്കി. അതേസമയം അവരുടെ സാംസ്കാരിക വശങ്ങൾ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഈ ആയിരട്ട് നിലപാടുകൾ കൂടി സങ്കീർണത സൃഷ്ടിക്കുന്നു. കാനഡിയൻ കവിതകൾക്കും കൊളോണിയൽ പശ്ചാത്തലമുണ്ട്. പക്ഷേ അതിൽ ഇങ്ങനെ ശക്തമായ ക്ലാസിക്കൽ ആംഗലേയ കാവ്യശൈലി കൂടിയ സംയോജനം വളരെ അപൂർവമാണ്. ആഖ്യാനപൂർണമായ കവിതാശൈലി. വാൾക്കോട്ട് നാടകപരമായും ആഖ്യാനാത്മകവുമായ ദീർഘകവിതകൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണമായി ഹോമറിൻ്റെ ഇലിയഡിനോട് സമാനമായ പുനരാഖ്യാനം ചെയ്ത ഒരു ആഖ്യാനകാവ്യം. കാനഡയിലെ കവിതയിൽ ഇങ്ങനെയൊരു വ്യാഖ്യാന സങ്കേതം കുറവാണ്. അവ കൂടുതൽ അനുഭവപരമായ സംവേദനാത്മകമായ കവിതകളായിരിക്കുന്നു. ഡെറി വാൾക്കട്ടിൻ്റെ കവിതകൾ കൂടുതൽ സങ്കീർണവും സംയുക്തവുമാണ്. കാരണം അദ്ദേഹം എഴുതുന്ന ഭാഷ, സാംസ്കാരിക വൈവിധ്യം, കൊളോണിയൽ വിവേചനബോധം, ക്ലാസിക്കൽ പാരമ്പര്യം ഉള്ളിലാക്കിയുള്ള ആഖ്യാനകൗശലം ഇതെല്ലാം ചേർന്നാണ് അദ്ദേഹത്തെ പൊതുവെ കനേഡിയൻ കവിതകളിൽ വ്യത്യസ്തമായും ഗഹനമായും കവിയാക്കുന്നത്.